ആശയിച്ചയൊക്കവേ അടക്കിയോടുകിൽ ആശ വെച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും. ഭീതി വേണ്ട, ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അല്പസമയം ഉറങ്ങി ഉണർന്ന കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിപ്പാൻ അവിടുന്ന് സഹായിച്ചതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഓർക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങളുമായി കടന്നു വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെ മറുപടിയുണ്ടത് നിശ്ചയമാ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവമാകിയാൽ ഓരോ മക്കളുമായിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഭാരമറിഞ്ഞ് രോഗമറിഞ്ഞ അവസ്ഥകളെ അറിഞ്ഞ് ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾക്കൊരു നല്ല പിതാവുള്ളതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ ഞങ്ങളെ കരുണയോടെ നടത്തിയതാ. വീണ്ടും ഞങ്ങളെ നടത്തുവാൻ സർവ്വശക്തനാ. ബലമുള്ള കരങ്ങളിലാണ് ഏൽപ്പിച്ചു തരുന്നത്. അങ്ങ് നല്ലവനും വലിയവനുമാകിയാൽ അപ്പൻ്റെ പാദപീഠം ചാർന്ന് കിടന്ന് വരുന്ന ഒരു മക്കളും ലജ്ജിച്ചു പോകാൻ അങ്ങ് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയതുമില്ലെന്ന വചനമാണ്. അങ്ങയുടെ മുഖത്ത് നോക്കുന്ന തൻ്റെ മക്കൾ ഒരു നാളിൽ ലജ്ജിച്ചു പോകാൻ അവിടുന്ന് സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം കർത്താപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. സമാധാനത്തോടും സന്തോഷത്തോടും സൗഖ്യത്തോടും ദൈവകൃപയോടും ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടുമാറാകണം. ജയം കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകണം. എൻ്റെ കർത്താവ് അങ്ങനെ ചെയ്യുവാൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിശ്വാസ കണ്ണാൽ ഞങ്ങളത് കാണുകയപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തരുന്ന വലിയ ജയത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ജോലിയില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറക്കുന്നതോർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം സമാധാനം വഹിക്കുവാൻ പോകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്നേഹമായി സന്തോഷമായി ജീവിപ്പാൻ ഇടയാക്കുന്നതോർത്ത് നന്ദി പിതാവേ, നന്ദി. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട വഴിവാതിലുകൾക്കുമായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി കർത്താവേ. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആരോഗ്യത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും നടത്തുവാൻ പോകുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടവരായി കുടുംബജീവിതം നയിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്യുവാൻ പോകുന്നവർക്ക് സ്തോത്രം. വിടുതലയ്ക്കാൻ പോകുന്നവർക്ക് സ്തോത്രം. ആമേൻ. സ്വസ്ഥത നൽകിയ കുടുംബങ്ങളെയൊക്കെ അനുഗ്രഹിക്കുവാൻ പോകുന്നവർക്ക് നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. അടിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഓരോ പ്രാർത്ഥനയ്ക്ക് സ്വർഗമൊരുക്കുന്ന മറുപടികൾക്കായി നന്ദി. ഹല്ലേലൂയ. സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, എത്ര സ്തുതിച്ചാലും മതി വരില്ല കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളത് കാണുവാൻ തക്കൊണ്ട് ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണി ഒരുക്കുന്നവർക്ക് സ്തോത്രം. അവരുടെ വിവാഹം നടക്കുവാൻ പോകുന്നവർക്ക് നന്ദി. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കുന്നവർക്ക് സ്തോത്രം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളകരത്തിൽ വഹിച്ചിരിക്കാൻ സ്തോത്രം. സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുക്കുവാൻ പോകുന്നവർക്ക് നന്ദി പറയുന്ന കർത്താവേ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കൾക്ക് പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് സമാധാനത്തിൽ സൂക്ഷിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വീണ്ടും യാത്ര പോകുന്ന ഓരോ മക്കളെയും ഉള്ളകരത്തിൽ വഹിച്ചിരിക്കാൻ സ്തോത്രം. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താപ്പച്ചൻ കൂടെയിരിക്കുന്നതോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. വീണ്ടും ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം.
ഞങ്ങളുടെ ദേശത്തെയും ചുറ്റുപാടുകളെയും അയൽ കുടുംബങ്ങളെയും സമർപ്പിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കാൻ പോകുന്നതോർത്ത് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു നാഥ. ആർക്കും കൊടുക്കുവാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ പക്കലാ. ഓരോ മക്കൾക്കും കൊടുത്തവരെ കരം പിടിച്ച് നടത്തുന്നതോർത്ത് നന്ദി പറയട്ടെ. സ്തോത്രം ചെയ്യട്ട് കർത്താവേ. വീണ്ടും ഞങ്ങളുടെ രോഗികളുമായി തിരുമുൻപാകെ കടന്നു വരുന്ന ആശുപത്രി മുറികളിലും അയ്യം വിളിക്കുന്ന ജീവിതങ്ങൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖ സംബന്ധമായ രോഗമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, കർത്താവെ മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, കർത്താവെ കൈകാൾക്ക് ബലമില്ലാത്തവർ, ഹല്ലേലൂയ, കിടക്കുകളിലും വീൽ ചെയറിലുമായിരിക്കുന്നവർ, കർത്താവെ അതിവേദനയാൽ ഭാരപ്പെടുന്നവർ, നീർക്കെട്ടുകളാൽ ഭാരമുള്ളവർ, ആമൻ കർത്താവെ മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ഉദരസംബന്ധമായ പല വിധത്തിൽ രോഗങ്ങളുള്ളവരെ, ഹല്ലേലൂയ കർത്താവേ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരെ എൻ്റെ പൊന്നപ്പച്ചൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡുള്ളവർ, ക്രിയാറ്റിനുള്ളവർ എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങളെ തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഥ. തൻ്റെ മക്കളുടെ എല്ലാം ഹല്ലേലൂയ കർത്താവേ, രോഗാവസ്ഥകളിൽ നീ കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ്, രോഗിക്ക് നല്ല വൈദ്യന, രോഗം നീക്കുന്ന മരുന്ന് അങ്ങാ, കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങാണ് മരുന്ന്, അങ്ങാണ് വൈദ്യൻ. ഹല്ലേലൂയ കർത്താവേ. പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, ഓപ്പറേഷന് വിധേയപ്പെട്ട ജീവിതങ്ങളുണ്ട് കർത്താവേ. അവരെയൊക്കെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. ഉറക്കമില്ലാത്ത ജീവിതങ്ങൾക്ക് നല്ല ഉറക്കം ആശ്വാസം കൊടുക്കണമേ കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. എല്ലാ മക്കളെയും മോജസാലും തേജസാലും സ്വർഗം നിറയ്ക്കണമേ കർത്താവേ. സ്തോത്രം. ഏറിയ ദൈവകൃപയിൽ എല്ലാവരെയും നടത്തണമേ കർത്താവേ. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ചെറുതും വലുതുമായുള്ള ഉപജീവനമാർഗ്ഗം കർത്താവ് വാഴ്ത്തി അനുഗ്രഹിച്ചാട്ട്. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട്. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളണമേ. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന അപ്പാ. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ അപ്പാ. ആപത്തനത്തിൽ നിന്ന് എല്ലാവരെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചിത സ്ഥാനത്ത് എത്തുവോളം നിൻ്റെ കൃപയ്ക്കുള്ളിൽ ഓരോ മക്കളെയും ചേർത്ത് വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി കർത്താവേ, നന്ദി. അപ്പോൾ ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും കാത്തുകൊള്ളണമേ. യുദ്ധങ്ങളിൽ നിന്നും, ക്ഷാമങ്ങളിൽ നിന്നും, ഭൂകമ്പങ്ങളിൽ നിന്നും, മഹാമാരിയിൽ നിന്നും, ജലപ്രളയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ കർത്താവേ. സ്തോത്രപ്പ. ഞങ്ങളുടെ അപ്പാ ഈ കേരളത്തോട് മനസ്സലിയണേ, എൻ്റെ മഹാരാജ്യത്തോട് മനസ്സലിയണേ, ഗൾഫ് നാടുകളോട് മനസ്സലിയണമേ, അമേരിക്കൻ ഐക്യനാടുകളോട്, ഏഷ്യ ഭൂഖണ്ഡത്തോട് സ്വർഗം മനസ്സലിയണമേ കർത്താവേ. അനർത്ഥത്തിൽ നിന്ന്, അപകടത്തിൽ നിന്നെല്ലാം വിടുവിക്കുമാറാകണം. ഒന്നും കഷ്ടവും നഷ്ടമായി തീരാൻ അനുവദിക്കല്ലേ കർത്താവേ. ദൈവരാജ്യമായി മാറുവാൻ തക്കണം സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. ആമേൻ. എല്ലാ നാവും യേശു കർത്താവ് എന്ന് പറയട്ടെ. എല്ലാ മുഴങ്കാലും എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ മടങ്ങട്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം 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 കർത്താവേ. അവിടുന്ന് അങ്ങ് എഴുന്നള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഷളത്തം നിറഞ്ഞ ലോകത്തിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ കഴിയുകയില്ല കർത്താവേ. സ്തോത്രം. ജനമെല്ലാം ഒന്നിടങ്ങാൻ കർത്താവിലായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. എല്ലാം പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ദൈവകൃപത അപ്പാ പാപം കൂടാ ജീവിപ്പാൻ സഹായിക്കണം. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.